ഇവിടെ കേന്ദ്ര ഗവൺമെൻറ് കേരളത്തെ BJP സർക്കാർ ഒരു ശത്രു രാജ്യത്തെ, ഒരു ശത്രുക്കളായ ജനങ്ങളെ എങ്ങനെ കാണുന്നു? കേരളം ശത്രുക്കളുടെ ഒരു സംസ്ഥാനമാണ്. എല്ലാ സഹായങ്ങളും തല്ലിക്കെടുത്തുകയാണ്. നിങ്ങൾ തകർന്നു പോകണം, നശിച്ചു പോകണം. അതിനെ എതിർക്കാൻ ഒരു വാക്ക് പറയാൻ കേരളത്തിലെ കോൺഗ്രസ് MP-മാരില്ല. ഒരു പ്രത്യേക ചില മന്ത്രിമാരെ തന്നെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. കേരളത്തെ എങ്ങനെ തകർത്ത് കളയാം, എങ്ങനെ തകർത്ത് കളയാം? ഇവിടെ പ്രതിപക്ഷ നേതാവും UDF നേതാക്കളെല്ലാം ഒറ്റ അജണ്ട, തകർക്കണം ഈ കേരളത്തിലെ LDF സർക്കാരിനെ. ഈ കേരളത്തിൻ്റെ എല്ലാറ്റിനെയും തകർക്കണം. അടിസ്ഥാന സൗകര്യങ്ങൾ, മെച്ചപ്പെട്ട റോഡുകൾ, നല്ല ചികിത്സ, ആശുപത്രി, കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനുള്ള വിദ്യാഭ്യാസ സ്കൂളുകളായാലും ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ കേന്ദ്രങ്ങളായാലും എല്ലാ മേഖലകളിലും ഒരു വലിയ മാറ്റം കേരളത്തിൽ ഉണ്ടായി. ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ LDF-ന് വീണ്ടും അധികാരത്തിലേക്കുള്ള നല്ല പിന്തുണയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്നത്. വീണ്ടും കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരും എന്ന് ഉറപ്പാണ്. സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള കേരള ഗവൺമെൻറ്, LDF ഗവൺമെൻറ് എന്ന വിശ്വാസം അത് ജനങ്ങളിൽ അതിശക്തമായി ഇന്ന് ശക്തിപ്പെട്ടു വന്നിരിക്കുകയാണ്. ഒരു ചരിത്ര വിജയം എന്നൊന്നും പറഞ്ഞാൽ പോലെ ഐതിഹാസികമായ ഒരു വിജയത്തിലേക്ക് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ മുന്നേറും. നമസ്കാരം, കനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം, മുൻ മന്ത്രി KP രാജേന്ദ്രനാണ്. നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട KPR സാർ. നമസ്കാരം, കനലിലേക്ക് സ്വാഗതം. നമസ്കാരം. കനലിനെല്ലാ ആശംസകളും. എന്തായാലും ഒരു ഐതിഹാസികമായ ഒരു ചരിത്ര തിരഞ്ഞെടുപ്പിലേക്കാണ് മൂന്നാം LDF സർക്കാരിനെ ഉറ്റുനോക്കുന്ന. നമുക്ക് സാറിൻ്റെ പ്രതീക്ഷകളും അദ്ദേഹത്തിൻ്റെ പ്രത്യാശകളും ഒന്ന് പങ്കുവെക്കാം. സാർ, എന്താണ് പുതിയ തെരഞ്ഞെടുപ്പിലേക്കുള്ള അങ്ങയുടെ ഒരു? കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പിൽ അത് സംസ്ഥാനത്തെ ജനങ്ങൾ മാത്രമല്ല, ഇന്ത്യ രാജ്യത്തുള്ള മുഴുവൻ ജനങ്ങളും വളരെ പ്രതീക്ഷയോടുകൂടി ഉറ്റുനോക്കുന്നൊരു തെരഞ്ഞെടുപ്പാണ്. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ വിജയം ഇന്ത്യയിലാകമാനമുള്ള ജനങ്ങൾ ഭരണഘടന സംരക്ഷിക്കണം, മതേതരത്വം നിലനിൽക്കണം, ജനാധിപത്യവും പൗരാവകാശങ്ങളും സംരക്ഷിക്കപ്പെടണം, തൊഴിലാളികൾക്കും കർഷകർക്കും ഉൾപ്പെടെ ഇവിടെ ജീവിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകണം എന്ന് ചിന്തിക്കുന്ന എല്ലാ വിഭാഗം ജനങ്ങളും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് വിജയത്തെ വളരെ പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് ഈ ഇന്ത്യ രാജ്യത്ത് ഉള്ളത്. അത്തരമൊരു സന്ദർഭത്തിൽ 10 വർഷം കേരളത്തിൽ അധികാരത്തിലിരുന്നൊരു ഗവൺമെൻറ്റിന് ഈ കഴിഞ്ഞ 5 വർഷത്തെ കാലയളവായാലും അതിനോട് ചേർന്ന് കഴിഞ്ഞ 5 വർഷം കൂടിയുമ്പോൾ 10 വർഷം, ഈ 10 വർഷത്തെ ജനങ്ങളുടെ മുമ്പിലുള്ള അനുഭവങ്ങളാണ് ജനങ്ങൾ എല്ലാ കാര്യങ്ങളിലും വിലയിരുത്തപ്പെടുന്നത്. അവരുടെ അനുഭവങ്ങൾ, അവരുടെ ജീവിതത്തിൽ അവർ നേരിട്ട പ്രതിസന്ധികൾ, അവർ നേരിട്ട വിഷമതകൾ, അങ്ങനെ ഒരു ജനതയെ ചേർത്ത് പിടിച്ച് എല്ലാ പ്രതിസന്ധികളും, എല്ലാ അപകടങ്ങളും, എല്ലാ അതീവ ഗുരുതരങ്ങളായ സാഹചര്യങ്ങൾ ഉണ്ടായപ്പോഴും ജനങ്ങളെ ചേർത്ത് പിടിച്ച് സംരക്ഷിച്ച് അവർക്ക് കരുതലും സംരക്ഷണവും ആശ്വാസവും നൽകിയൊരു ഗവൺമെൻറ്റാണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ. സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള കേരള ഗവൺമെൻറ്, LDF ഗവൺമെൻറ് എന്ന വിശ്വാസം അത് ജനങ്ങളിൽ അതിശക്തമായി ഇന്ന് ശക്തിപ്പെട്ടു വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ LDF-ന് വീണ്ടും അധികാരത്തിലേക്കുള്ള നല്ല പിന്തുണയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്നത്. വീണ്ടും കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരും എന്ന് ഉറപ്പാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ 10 വർഷത്തെ വിസ്മയകരമായ ഒരു മാറ്റം കേരളത്തിന് LDF സർക്കാർ സമ്മാനിച്ചു. അടുത്ത ഒരു 5 വർഷം കൂടെ ജനങ്ങൾ അതിലേക്ക് തന്നെ ഉറ്റുനോക്കുന്നു എന്ന് യാത്രയിലുടനീളം നമുക്കത് മനസ്സിലാവുന്നുണ്ട്. ഒരു മുൻ മന്ത്രി എന്ന നിലയിൽ അതിനെ എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത്? ഞാൻ നേരിട്ട് കഴിഞ്ഞൊരു 10-40 വർഷത്തെ അനുഭവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു പൊതുപ്രവർത്തകനാണ്. 96 മുതൽ നിയമസഭയിൽ ഭരണകക്ഷി അംഗമായും പ്രതിപക്ഷ അംഗമായിരുന്ന ആളാണ്. പിന്നീട് 2006 സഖാവ് VS അച്യുതാനന്ദൻ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിൽ
റവന്യൂ വകുപ്പ് മന്ത്രിയായി പ്രവർത്തിച്ച അനുഭവങ്ങളുണ്ട്. ഇതെല്ലാം വെച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതിനുശേഷമുള്ള ഗവൺമെൻറ് UDFൻ്റെ സർക്കാരായാലും പിന്നെ തുടർച്ചയായി ഇപ്പോൾ പിണറായി നേതൃത്വം നൽകിയ 10 വർഷത്തെ ഈ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ ഒരു തുറന്ന പുസ്തകം പോലെ അത് വിശദീകരിക്കപ്പെടേണ്ട കാര്യങ്ങളില്ല. നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ മുക്കും മൂലയും നമ്മൾ നോക്കിയാൽ, ഒന്ന് തിരിഞ്ഞാൽ, ഒന്ന് പിന്നോട്ട് നോക്കിയാൽ എല്ലാം ഇത് വളരെ ദൃശ്യമാണ്. വളരെ 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 വിസിബിളായുള്ള കാര്യങ്ങളാണ്. അടിസ്ഥാന സൗകര്യങ്ങൾ, മെച്ചപ്പെട്ട റോഡുകൾ, നല്ല ചികിത്സ, ആശുപത്രി, കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനുള്ള വിദ്യാഭ്യാസ സ്കൂളുകളായാലും ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ കേന്ദ്രങ്ങളായാലും എല്ലാ മേഖലകളിലും ഒരു വലിയ മാറ്റം കേരളത്തിൽ ഉണ്ടായി. ഇത് പ്രഖ്യാപനങ്ങളല്ല. മറ്റൊരു ഭാഗത്ത് എല്ലാ വിഭാഗം ജനങ്ങൾ ആഗ്രഹിക്കുന്നവരെ ജീവിതമൊന്നും മെച്ചപ്പെടണം, തൊഴിൽ കൃത്യമായി തൊഴിലെടുത്താൽ കൂലി ഉണ്ടാവണം, കൃഷിക്കാർക്ക് നല്ല കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടണം, കാർഷിക മേഖല ഒന്ന് പുഷ്ടിപ്പെടണം. ഈ തൊഴിലും കൃഷിയാണല്ലോ നമ്മുടെ ജീവിതത്തിൻ്റെ ഇതിനെല്ലാം ചേർത്ത് പിടിക്കുന്നത്. പുതിയ ഒരു വിഭാഗം കൂടി IT മേഖല, പുതിയ ഓൺലൈൻ തൊഴിൽ മേഖല, അങ്ങനെ പല മേഖലകൾ. ജീവിതം എന്ന് പറയുമ്പോൾ തൊഴിലും ഈ കൃഷിയും നമ്മുടെ ദൈനംദിനമായ ഇത്തരം കാര്യങ്ങളാണ്. അവിടെ എല്ലാം ഒരു ഗവൺമെൻറ്റിന് സാധ്യമായതെല്ലാം ചെയ്യുകയാണ്. അത് 2 അർത്ഥത്തിൽ. ഒന്ന്, ഗവൺമെൻറ് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ. ആദ്യം 600 തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ പറഞ്ഞു, പിന്നെ 900 കാര്യങ്ങൾ പറഞ്ഞു. അതാണ് ഈ മാനിഫെസ്റ്റോയിൽ പറഞ്ഞതാണ് പിന്നീട് നയപ്രഖ്യാപനങ്ങളായി വരുന്നത്, പിന്നീട് ബജറ്റ് പ്രസംഗങ്ങളായിട്ട് വരുന്നത്. ഏറ്റവും അവസാനം ബാലഗോപാലൻ മന്ത്രി അവതരിപ്പിച്ച ബജറ്റ് കൂടി പരിശോധിച്ചാൽ ഇതെല്ലാം കൃത്യമായി രേഖകളല്ലേ, നമ്മൾ നേരിട്ട് ബോധ്യപ്പെടുന്നതല്ലേ, പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ട. അപ്പം ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെട്ടു. അതാണ് പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ഏറ്റവും അവസാനം ഇപ്പോൾ ഗവൺമെൻറ് പ്രഖ്യാപിച്ച കർഷകർക്കും 2000 രൂപ പെൻഷൻ, പ്രവാസികളായവരുടെ പെൻഷൻ, അതുപോലെ എല്ലാ തരത്തിൽ അവശത അനുഭവിക്കുന്നവർ, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, പലതരത്തിലുള്ള ജീവിത ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ അത് ചേർത്ത് പിടിച്ച് സഹായിക്കാൻ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാണ്. ഇവിടെ കേന്ദ്ര ഗവൺമെൻറ് കേരളത്തെ BJP സർക്കാർ ഒരു ശത്രു രാജ്യത്തെ, ഒരു ശത്രുക്കളായ ജനങ്ങളെ എങ്ങനെ കാണുന്നു? കേരളം ശത്രുക്കളുടെ ഒരു സംസ്ഥാനമാണ്. കേരളത്തിലെ ജനങ്ങൾ ദുരിതത്തിലാകണം, കേരളം തകരണം എന്ന് ചിന്തിക്കുന്ന ഒരു ഗവൺമെൻറ്. അപ്പോൾ അവർ കേന്ദ്രത്തിൻ്റെ സഹായങ്ങൾ വെട്ടിക്കുറയ്ക്കും. അവർക്ക് നമുക്ക് നൽകേണ്ട അർഹമായ ഭരണഘടനാപരമായി നമുക്ക് കിട്ടേണ്ട വിഹിതം വെട്ടിക്കുറയ്ക്കും, എല്ലാ സഹായങ്ങളും വെട്ടിക്കുറയ്ക്കും, കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ വെട്ടിക്കുറയ്ക്കും. ഇത് മൊത്തം രാജ്യത്ത് ചെയ്തതിന് പുറമെ കേരളത്തിന് ഒരു പ്രത്യേക അജണ്ട, ഒരു പ്രത്യേക ചില മന്ത്രിമാരെ തന്നെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. കേരളത്തെ എങ്ങനെ തകർത്ത് കളയാം. ഈ പ്രതികൂല സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഈ കേരളത്തിൽ ഇതുപോലുള്ള നേട്ടങ്ങൾ, അത് നിപ ദുരന്തമായാലും, ഓക്കി ദുരന്ത അപകട സമയമായാലും, അതുപോലെ കോവിഡ് മഹാമാരിയുടെ കാലമായാലും, മഹാപ്രളയമായാലും, ദുരന്തങ്ങളായാലും, ഏറ്റവും അവസാനം ഉണ്ടായ വയനാട് ജില്ലയിൽ മുണ്ടക്കൈ ചൂരമേലിൽ ഉണ്ടായ അതീവ നമ്മുടെ കേരളത്തിന് ചിന്തിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ദുരന്തങ്ങളാണ്. ഒരു ചില്ലിക്കാശിൻ്റെ സഹായം ഇല്ലാതെ മാത്രമല്ല, എല്ലാ സഹായങ്ങളും തല്ലിക്കെടുത്തുകയാണ്. നിങ്ങൾ തകർന്നു പോകണം, നശിച്ചു പോകണം. അതിനെ എതിർക്കാൻ ഒരു വാക്ക് പറയാൻ കേരളത്തിലെ കോൺഗ്രസ് MPമാരില്ല, UDF MPമാരില്ല, UDFൻ്റെ നേതൃത്വമില്ല. ഇവിടെ പ്രതിപക്ഷ നേതാവും UDF നേതാക്കളെല്ലാം ഒറ്റ അജണ്ട, രണ്ടാമത്തെ അജണ്ട ഇല്ല. തകർക്കണം ഈ കേരളത്തിലെ LDF സർക്കാരിനെ, ഈ കേരളത്തിൻ്റെ എല്ലാറ്റിനെയും തകർക്കണം. അതിനവർ BJPയോടൊപ്പം, കേന്ദ്ര സർക്കാരിനോടൊപ്പം തോളോട് തോൾ ചേർന്ന്. അവർ 2 നിലയ്ക്കിലാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ഈ അവഗണനയും നമ്മളെ തകർക്കാനുള്ള ഈ പദ്ധതികൾ, അതിനോടൊപ്പം ചേർന്ന് കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടികൾ ഒരു സംസ്ഥാനത്തെ ജനങ്ങളോട് ഇത്രയും ദുഷ്ടമായ മനസ്സോടുകൂടി, ഒരു നന്മയില്ലാത്ത വിധത്തിൽ, ഒന്നിനെയും പിന്തുണയ്ക്കാതെ, ഒന്നിനൊരു സപ്പോർട്ട് തരാതെ LDF സർക്കാരിനെ ഈ കഴിഞ്ഞ 10 വർഷം എങ്ങനെയൊക്കെ ചവിട്ടാം ആ രീതിയിലല്ലേ അവർ പ്രവർത്തിച്ചത്. ഇതിനിടയിൽ നിന്നുകൊണ്ടാണ് കേരളത്തിലെ LDF സർക്കാർ കരുതലും സ്നേഹവും ആശ്വാസവും ചേർത്ത് പിടിക്കൽ. അത് ജനങ്ങൾ തിരിച്ചറിയുന്നു. ആ തിരിച്ചറിയുന്ന ജനങ്ങൾ അവരുടെ എല്ലാ പിന്തുണയും LDF സർക്കാർ ഒരു പക്ഷേ ഒരു ചരിത്ര വിജയം എന്നൊന്നും പറഞ്ഞാൽ പോലെ ഐതിഹാസികമായ ഒരു വിജയത്തിലേക്ക്
കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ മുന്നേറും. അതുപോലെ തന്നെ ക്ഷേമ പെൻഷനുകൾ, തൊഴിലാളികളെ ചേർത്ത് പിടിക്കൽ, ATCയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ അങ്ങ് തൊഴിലാളിയുമായിട്ട് സമ്പർക്കം നടത്തുമ്പോൾ അവരുടെ ഒരു അഭിപ്രായങ്ങൾ എങ്ങനെയാണ്? ഞങ്ങൾ തൊഴിലാളികളുമായി നിരന്തരം ബന്ധപ്പെടുന്നവർ. ഇന്നലെയും ഞാൻ തൊഴിലാളികളുടെ യോഗങ്ങളിൽ പങ്കെടുത്തിരുന്നതാണ്. അപ്പോൾ ചിലത് പെൻഷനുകളൊക്കെ ചിലതൊന്നും കിട്ടാൻ ചിലപ്പോൾ താമസിക്കുക, അങ്ങനെയൊക്കെ ചിലപ്പോൾ ചെറിയ കാര്യങ്ങൾ, പ്രത്യേകിച്ച് നിർമ്മാണ തൊഴിലാളികളുടെ പെൻഷനിൽ കുടിശ്ശിക വന്നു. അത് എന്നാൽ മറ്റെല്ലാ പെൻഷനുകളും ഒരു മാസം പോലും മുടക്കിയിട്ടില്ല. എല്ലാം കൃത്യമായി കൊടുക്കുന്ന ഒരു ഗവൺമെൻറ്. അവസാനം നിർമ്മാണ തൊഴിലാളികളുടെ പെൻഷൻ ഏതാണ്ട് ഒരു 4 ലക്ഷം തൊഴിലാളികൾ അതിൻ്റെ ഗുണഭോക്താക്കളാണ്. അവർക്ക് 9,600 രൂപയാണ് ഗവൺമെൻറ് ഇപ്പം അനുവദിച്ചു കൊടുത്തത്. ഇപ്പോൾ പെരുന്നാളും അതുപോലെ വിഷു എല്ലാ ആഘോഷങ്ങളുള്ള സമയം. ഈ സമയത്താണ് ഗവൺമെൻറ് എത്ര കരുതലാണ്. നിങ്ങൾക്കൊരു തെരഞ്ഞെടുപ്പിൻ്റെ തടസ്സം പോലും ഉണ്ടാകരുത്. എല്ലാ ഉത്തരവുകൂടെ ഇറക്കി അതിനാവശ്യമായ മുഴുവൻ തുകയും കൊടുത്ത് 62 ലക്ഷം വീടുകളിലേക്ക് 4,000 രൂപ ഈ ദിവസങ്ങളിൽ എത്തുന്നു എന്ന് പറഞ്ഞാൽ അതാണ് ജനങ്ങളെ ചേർത്ത് പിടിക്കൽ. ജനങ്ങളെ ചേർത്ത് പിടിക്കലാണത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ചെറിയ ചെറിയ സഹായങ്ങൾ പോലും എത്രയോ മാസങ്ങളായി എല്ലാം മുടങ്ങിക്കിടക്കുകയാണ്, ഒന്നും ചെയ്തില്ല. പക്ഷെ അതൊന്നും കേരളത്തിൽ LDF സർക്കാർ എന്നാൽ കേന്ദ്രമല്ലേ അല്ലെങ്കിൽ UDF സർക്കാർ മുടങ്ങിയതല്ലേ അല്ലെങ്കിൽ കുടിശ്ശിക വെച്ചല്ലേ എന്നൊരു സമീപനം VSന്റെ ഗവൺമെൻറ് കൊടുത്തില്ല, ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് കൊടുത്തില്ല. അതെല്ലാം ജനങ്ങളാണ് നമ്മുടെ മുമ്പിൽ. നമ്മുടെ UDF LDF ഒന്നും അല്ലല്ലോ, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ എന്ന് പറയലല്ല. കേരളത്തിലെ ജനങ്ങളെ എങ്ങനെ സഹായിക്കാം, എങ്ങനെ സംരക്ഷിക്കാം, ഇതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് എങ്ങനെ വികസനത്തിൻ്റെ. അപ്പോൾ കേരളത്തിനൊരു വിഷനുണ്ട് അടുത്ത 5 വർഷം. അത് വിദ്യാർത്ഥികളെയാണ്, കുഞ്ഞുങ്ങളെയാണ്, നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ആ വിഷൻ. ഇവിടെ തന്നെ തൊഴിലെടുക്കാൻ കഴിയണം, ഏറ്റവും മെച്ചപ്പെട്ട ഉയർന്ന വിദ്യാഭ്യാസം ഇവിടെ കിട്ടണം. കുടുംബമായി അച്ഛനമ്മമാരോടൊപ്പം കുടുംബമായി ഈ കേരളം ലോകത്തിൻ്റെ ഭൂപടത്തിൽ ഏറ്റവും സമാധാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി ജീവിക്കാൻ കഴിയുന്ന സ്ഥലമായി ലോകം അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണ് ലോകഭൂപടത്തിൽ. അപ്പോൾ നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബങ്ങളിൽ ആ സന്തോഷവും അതൊക്കെയാണ് അടുത്ത 5 വർഷത്തേക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു വിഷനായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതും ജനങ്ങളെ നല്ലവണ്ണം ഇപ്പോൾ സ്വാധീനിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് തൃശ്ശൂരിൻ്റെ മണ്ണിലാണ് ഇരിക്കുന്നത്. തൃശ്ശൂർ എന്ന് പറയുന്നത് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ശക്തമായ വേരോട്ടമുള്ള ഒരു മണ്ണാണ്. 5 മണ്ഡലങ്ങളാണ് CPIയുടെ സ്ഥാനാർത്ഥികളുള്ളത്. സഖാവ് അതിനെക്കുറിച്ച് മുന്നോട്ടുള്ള ഒരു ഞങ്ങള് തൃശ്ശൂർ ജില്ല എന്നും LDFന്റെ ഒപ്പം നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. 2001 തെരഞ്ഞെടുപ്പിലാണ് UDFന്റെ ഒരു മേൽക്കൈ ഉണ്ടായതെന്ന് ഞാൻ ചേർപ്പ് മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചതും സഖാവ് K രാധാകൃഷ്ണൻ ചാലക്കരന്ന് ജയിച്ചൊഴിച്ചാൽ ബാക്കിയെല്ലാം UDF ജയിച്ചൊരു കാലഘട്ടം, ഒരു പീരീഡ്, ഒരു 5 വർഷം. അത് കഴിഞ്ഞ് തുടർച്ചയായിട്ട് LDF ആണ് ഈ ജില്ലയിലെ വലിയ വിജയം നേടുന്നത്. ഇപ്പോൾ 13 അസംബ്ലി സീറ്റിൽ 12 സീറ്റും ജയിച്ചത് LDF ആണ്. അതിന് മുമ്പുള്ള 5 വർഷം ഒരു സീറ്റ് ഒഴിച്ച് ബാക്കി 12 സീറ്റ് ജയിച്ചത് LDF ആണ്. അതിൽ CPI ഇവിടെ 5 സീറ്റാണ് മത്സരിക്കുന്നത്. ഞങ്ങളെന്നും ഈ 5 സീറ്റിൽ വിജയിക്കാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യവും 5 സീറ്റിൽ വിജയിച്ചു, ഈ പ്രാവശ്യവും 5 സീറ്റിൽ ജയിക്കും. ഞങ്ങളുടെ സ്ഥാനാർത്ഥികളായി മത്സരിച്ചവരെല്ലാം ജനങ്ങളുടെ വലിയ അംഗീകാരം നേടിയ ജനപ്രതിനിധികളാണ്. മന്ത്രി സഖാവ് K രാജൻ്റെ മണ്ഡലത്തിൽ നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങൾ വലിയ ഒരു എന്താ പറയുക, വലിയ ലോകം ശ്രദ്ധിക്കപ്പെടുന്ന വിധത്തിലുള്ള ഇൻട്രാക്ഷൻ ഷോ ഒക്കെ വന്ന പ്രദേശം. ഇവിടെ സഖാവ് ടൈസൺ മാഷ് ഇപ്പോൾ നമ്മുടെ പറവൂര് ആ മാഷ വരവ് തന്നെ അവിടെ ജനങ്ങൾ ഏറ്റെടുത്തു എന്ന് പറയുമ്പോൾ ഇവിടെ അഴീക്കോട് മുനമ്പം പാലം അതൊക്കെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ വികസന നേട്ടത്തിൻ്റെ പട്ടികയിൽ വരുന്നതല്ല. അങ്ങനെ കേരളത്തിൻ്റെ ഓരോ മണ്ഡലങ്ങളും, ഞാൻ ഓരോ മണ്ഡലം എണ്ണി പറയുന്നില്ല, കയ്പമംഗലത്ത് CPIയുടെ ദീർഘകാലം ജില്ലാ സെക്രട്ടറിയും ജില്ലയിലെ പാർട്ടിയുടെ നേതൃത്വത്തിൽ ചെറിയ പ്രായത്തിൽ തുടങ്ങി LDFന്റെ ജില്ലയിലെ ഏറ്റവും ഉയർന്ന ലീഡറാണ് സഖാവ് KK വത്സരാജ്. പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് മെമ്പറാണ് വത്സരാജൻ. ഇവിടെ ജനങ്ങൾ ആ പ്രഖ്യാപന തരത്തോടു കൂടി തന്നെ ഏറ്റെടുത്തു. അപ്പുറത്ത് ടൈസൺ മാഷ് ഇവിടെ 10 കൊല്ലം ചെയ്ത വികസനത്തിൻ്റെ ഒരു തുടർച്ച ആ മാഷ് ഞങ്ങൾക്ക് അത് നിങ്ങൾ ഇന്നലെ നേരിട്ട് ബോധ്യപ്പെട്ടതാണ്. അതുപോലെ അപ്പുറത്തുള്ള മണ്ഡലത്തിൽ സഖാവ് ഗീതാ ഗോപി 2 തവണ MLA ആയി.
നാട്ടികയുടെ വികസനത്തിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കിയ MLA ആണ്. ജനങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സഹോദരിയാണ്, അല്ലെങ്കിൽ ഒരു മകളാണ്. കെ രാജൻ ഇന്ന് ഒരു മണ്ഡലത്തിൻ്റെ 4 അതിരുകൾക്കുള്ളിലല്ല. വയനാട് ഈ വലിയ ദുരന്തത്തിൻ്റെ മുമ്പിൽ, ലോകത്തിൻ്റെ മുമ്പിൽ ഒരു ചിത്രം ഇപ്പോൾ ഉയർന്നു വന്നു. അതാണ് കെ രാജൻ. എങ്ങനെയാണ് അതുപോലെ പിന്നെ മത്സരിക്കുന്ന മണ്ഡലം നാട്ടിക, കൊടുങ്ങല്ലൂർ, കൊടുങ്ങല്ലൂർ സഖാവ് VR സുനിൽകുമാർ 2 ടൈം സുനിൽകുമാർ MLA ആയി. ഓരോ പ്രാവശ്യം മത്സരിക്കുമ്പോൾ ഭൂരിപക്ഷം ഇരട്ടി. അവിടെ വലിയ ഭൂരിപക്ഷത്തിൽ കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചു. ആ ഭൂരിപക്ഷം ഇനി വർദ്ധിക്കുകയല്ലാതെ അത്രമാത്രം ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു കുടുംബത്തിലെ അംഗമാണ് സുനിൽകുമാർ. VR സുനിൽകുമാർ എന്ന് പറയുമ്പോൾ അവർക്ക് സുനിച്ചേട്ടനാണ്, അവർക്ക് മോൻ്റെ സ്ഥാനമാണ്. എല്ലാ വീട്ടിലും സുനിക്കൊരു ഭാഗ്യമുണ്ട്. അപ്പോൾ പിന്നെ വരുന്നത് തൃശ്ശൂർ മണ്ഡലമാണ്. തൃശ്ശൂർ മണ്ഡലം കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമാണ്. സാംസ്കാരിക തലസ്ഥാനം എന്ന് വെറും പേരുകൊണ്ട് മാത്രമല്ലല്ലോ, കേരളത്തിൻ്റെ ഏറ്റവും ഉയർന്ന വിദ്യാഭ്യാസത്തിൻ്റെ, സംസ്കാരത്തിൻ്റെ, കലയുടെ, ജനങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ നൈർമല്യങ്ങളും എല്ലാം ഇങ്ങനെ ഉയർന്ന ഒരു സമന്വയിച്ച ഒരു സ്ഥലമാണ്. സഖാവ് അച്യുതമേനോൻ കേരളത്തിൻ്റെ രാജ്യത്തിന് മുമ്പിൽ ഇന്നും ഏറ്റവും അംഗീകാരം നേടി നിൽക്കുന്ന മുഖ്യമന്ത്രിയാണ് അച്യുതമേനോൻ. ജോസഫ് മുണ്ടശ്ശേരി മാഷ് തൃശ്ശൂരിലെ പ്രതികരിച്ചാണ്. 57 കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തൃശ്ശൂരിലെ MLA ആണ് ആരോഗ്യമന്ത്രി ഡോക്ടർ AR മേനോൻ. അങ്ങനെ വലിയൊരു ചരിത്രമുണ്ട് തൃശ്ശൂരിന്. ആ തൃശ്ശൂരിൽ LDF തിരിച്ചു പിടിച്ചു. സഖാവ് VS സുനിൽകുമാർ മത്സരിച്ചു. 10 വർഷം മുമ്പ് തിരിച്ചു പിടിച്ചു. കേരളത്തിലെ കൃഷി വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ വലിയ അംഗീകാരം നേടി. പിന്നീട് സഖാവ് P ബാലചന്ദ്രൻ കേരള നിയമസഭയിലെ ഏറ്റവും ഉജ്ജ്വലരായ പ്രാസംഗികരായിരുന്നു സഖാവ് ബാലചന്ദ്രൻ. ഈ 5 വർഷം ബാലചന്ദ്രൻ നിയമസഭയിൽ നടത്തിയ പ്രസംഗങ്ങൾ, അദ്ദേഹം അവതരിപ്പിച്ച വിഷയങ്ങൾ, അതൊന്നും പരിശോധിച്ചാൽ തന്നെ അറിയാം. നിയമസഭയിൽ ഏറ്റവും ഉയർന്ന, അപ്പോൾ ഞങ്ങളുടെ വ്യവസ്ഥ 2 ടൈമൊക്കെ മത്സരിച്ചു എന്നുള്ളതും, പിന്നെ ബാലചന്ദ്രൻ തന്നെ ഇത്തവണ പുതിയ ഒരാൾ മത്സരിക്കണം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. അപ്പോൾ ആലങ്കോട് ലീലാകൃഷ്ണനെ വെറും തൃശ്ശൂരിൻ്റെ സ്ഥാനാർത്ഥിയല്ല, കേരള നിയമസഭയിലേക്കുള്ള 140 നിയോജക മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളിൽ നമുക്ക് ഏറ്റവും ഉയർത്തിപ്പിടിക്കാവുന്ന ഒരു സാംസ്കാരിക മുഖം, എഴുത്തുകാരൻ, പ്രഭാഷകൻ, കലാകാരൻ, സർവോപരി മനുഷ്യസ്നേഹിയായ എല്ലാ നന്മകളും ഇങ്ങനെ ചേർത്തിട്ടുള്ള ഒരു വ്യക്തിത്വത്തിനുടമയാണ് ആലങ്കോട് ലീലാകൃഷ്ണൻ. അദ്ദേഹത്തിന് അതുപോലുള്ള സ്വീകാര്യത തൃശ്ശൂരിൽ ഓരോ ദിവസവും ഓരോ മണിക്കൂർ ഇങ്ങനെ വർദ്ധിക്കുക എന്ന് പറയുന്നത് പോലെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് തൃശ്ശൂരിൻ്റെ ഒരു വലിയ ഒരു സൗഭാഗ്യം, നന്മ. അദ്ദേഹത്തിൻ്റെ വിജയം അത് കേരള നിയമസഭയ്ക്ക് ഒരു വലിയ മുതൽക്കൂട്ടായിരിക്കും. ഒരു കാര്യം കൂടെ പറഞ്ഞു, നമ്മുടെ പുതിയ ഒരു ചാനൽ ഈ നിയമസഭാ ഇലക്ഷനിൽ LDFിൻ്റെ കൂടെ സഞ്ചരിക്കുകയാണ് ഓരോ സ്ഥാനാർത്ഥിക്കും. അപ്പോൾ ഇന്നലെ 2 ദിവസങ്ങൾക്ക് മുമ്പ് ആരാധനായ സഖാവ് PKയുടെ മകൾ ശാരദമ്മൻ ഫ്ലാഗ് ഓഫ് ചെയ്ത് അങ്ങനെ ഞങ്ങൾ കേരളം ഉടനീളം സഞ്ചരിക്കുകയാണ്. നമ്മുടെ ചാനലിനെ കുറിച്ച്, അതായത് ഒരു ആശയങ്ങളുടെ ഒരു തീപ്പൊരിയുടെ കനലുമായിട്ടാണ് ഞങ്ങൾ. ആശയങ്ങളുടെ തീപ്പൊരിയുടെ കനൽ മാത്രമല്ല, പുതിയ പുതിയ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന, ജനങ്ങളിലേക്ക് അവതരിപ്പിക്കുന്ന ഒരു വലിയ ഉദ്ദേശ ലക്ഷ്യങ്ങളോട് കൂടി തന്നെയാണ് കനൽ ആരംഭിച്ചത്. ആ സ്വീകാര്യത കനലിന് വർദ്ധിക്കുകയാണ്, ഓരോ ദിവസവും വർദ്ധിക്കുകയാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് സന്ദർഭത്തിൽ നിങ്ങൾ നടത്തുന്ന ഈ പ്രവർത്തനം, കനലിൻ്റെ പ്രവർത്തകർ 2 ടീമായി കേരളത്തിൻ്റെ നിയോജക മണ്ഡലങ്ങളൊക്കെ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ അതിലൂടെ കനൽ നൽകുന്ന ഒരു വലിയ പിന്തുണയുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾക്ക് അവരുടെ വിജയത്തിന് കനൽ നൽകുന്ന ഒരു വലിയ പിന്തുണ. അതോടൊപ്പം തന്നെ കനലിൻ്റെ ഉയർച്ച കൂടുതൽ വളർന്നു വരാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. കാരണം കനൽ ഉയർത്തിപ്പിടിക്കുന്നത് ജനാധിപത്യവും ഇന്ത്യയുടെ ഭരണഘടനയും മതേതര നമ്മുടെ ലക്ഷ്യങ്ങളാണ്. നമ്മുടെ ഉയർത്തിപ്പിടിക്കുന്ന ലക്ഷ്യങ്ങൾ, ആ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നതും അവരുടെ മനസ്സ് നിറഞ്ഞു നിൽക്കുന്നതാണ്. അപ്പം അതിലേക്ക് അവരെ കൂടുതൽ പ്രോജ്വലിപ്പിക്കുവാൻ,
അവർക്ക് കൂടുതൽ പ്രചോദനം നൽകാൻ കനലിൻ്റെ ഓരോ പ്രവർത്തനങ്ങൾക്കും കഴിയുന്നുണ്ട്. അതിലേറ്റവും വിലപ്പെട്ട ഒരു അനുഭവമായിരിക്കും നിങ്ങൾക്ക് ഈ നിയമസഭാ മണ്ഡലങ്ങളിലെ നിങ്ങളുടെ ഈ വിസിറ്റ്. അതുകൊണ്ട് കനൽ ടീമിന് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. താങ്ക് യു. അങ്ങേപോലെ ഒരുപാട് പാരമ്പര്യവും പ്രവർത്തനത്തിന്റെ മറ്റൊരു തലത്തിലേക്ക് എത്തിച്ച അങ്ങേപോലെ ഒരു വലിയ സഖാവിന്റെ വാക്കുകൾ ഞങ്ങൾക്ക് പ്രചോദനമാണ് കനലിന്റെ ഓരോ പ്രവർത്തകർക്കും. എന്തായാലും ഐതിഹാസികമായ ഈ തെരഞ്ഞെടുപ്പിൽ ക്യാപ്റ്റൻ സഖാവ് പിണറായി വിജയന്റെ 3ാമത്തെ മന്ത്രിസഭയിലേക്ക് ഇനി എത്ര ദൂരം? ഏപ്രിൽ 9 വരെ ദിവസം കുറച്ചേ ഉള്ളൂ. അവിടെ ഞങ്ങളുടെ ലക്ഷ്യം 3ാം LDF സർക്കാർ എന്ന് മാത്രമല്ല, ഓരോ നിയോജക മണ്ഡലങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യയുടെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കണം. തൃശ്ശൂർ ജില്ലയിൽ ഒരു മണ്ഡലം നഷ്ടപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൽ കുറച്ച് മണ്ഡലങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ മണ്ഡലങ്ങളിൽ ചിലത് നമുക്ക് തിരിച്ചു പിടിക്കണം. അതിനുകൂടി ഈ ഇലക്ഷൻ നമ്മുടെ ഒരു ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തോടു കൂടി ഒരു ഏറ്റവും മെച്ചപ്പെട്ട, ഞാൻ നമ്പറും കണക്കൊന്നും പറയല്ല, കേരളത്തിൽ അത് ഞാൻ നേരത്തെ പറഞ്ഞ ഇന്ത്യയിലെ ജനങ്ങൾ ആഗ്രഹിക്കുകയാണ്. അവരാണ് പ്രതീക്ഷയോടുകൂടി, പ്രത്യാശയോടുകൂടി അത് യാഥാർത്ഥ്യമാകുക എന്ന് പറഞ്ഞാൽ നമ്മൾ കേരളത്തിലെ ജനങ്ങൾ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്ക് നൽകുന്ന ഒരു പിന്തുണ ഈ വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരായി രാജ്യം അപകടത്തിൻ്റെ ഒരു വഴിയിലൂടെ പോകുമ്പോൾ അവർക്കൊരു വലിയ ഒരു ആശ്വാസത്തിൻ്റെ തുരുത്താണ് ഈ കേരളം. അത് യാഥാർത്ഥ്യമാകും. തീർച്ചയായിട്ടും എല്ലാവിധ ആശംസകളും. അങ്ങയുടെ പാരമ്പര്യവും അനുഭവ സമ്പത്തും സഹാക്കളെ ഓരോരുത്തരെയും പ്രചോദനപ്പെട്ട് മുന്നോട്ട് നയിക്കട്ടെ സർ. എന്നും അങ്ങയുടെ നേതൃത്വം, അങ്ങയുടെ വിശ്വസ്തത, അങ്ങേപോലെ ഒരു സഹാവിന് എല്ലാവിധ ആശംസകളും ഈ ഇലക്ഷൻ ക്യാമ്പയിനെ നയിക്കുവാൻ. താങ്ക് യു. എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്. എന്തായാലും കയ്പമംഗലത്ത് ഇന്ന് അദ്ദേഹം കുറച്ച് തിരക്കിലായിരുന്നു. കയ്പമംഗലത്ത് നിന്നും കനലിന് വേണ്ടി റഞ്ജി വർഗീസ്, ക്യാമറമാൻ ദിലീപ് ആലക്കോടിനും.